സോ ആർ എസ് എസിനെ എല്ലാ കാലത്തും ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ആർ എസ് എസ് ഇപ്പോൾ 100 വർഷം തികയാൻ പോകുന്ന ഒരു സംഘടനയാണ്. അപ്പം ഈ രാജ്യത്ത് തന്നെ അത്ര ശക്തമായി പ്രവർത്തിക്കാൻ സാധിച്ച്, പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ സാധിച്ച ഒരു സംഘടന വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ആർ എസ് എസിന്റെ ആശയം എന്ന് പറയുന്നത് ആർ എസ് എസ് ഒരു സംഘടനയായി നിൽക്കണം എന്നതല്ല. ആർ എസ് എസിന്റെ ആശയം എന്തെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഈ നാഷണലിസം എന്ന കോൺസെപ്റ്റ് ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു സംഘടനയായി ഇരിക്കുകയും ചെയ്യരുത് എന്നാണ് ആർ എസ് എസ് പോലും ആഗ്രഹിക്കുന്നത്. കാരണം നാഷണലിസം ആസ് എ കോൺസെപ്റ്റ് എല്ലാവരും വിശ്വസിക്കുക, നാഷണലിസം എന്നൊരു കോൺസെപ്റ്റിനെ ആളുകളിലേക്ക് എത്തിക്കുക, അതിനെ എന്താ പറയുക ഏറ്റുപിടിച്ച് ആളുകൾ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു കാലത്ത് ആർ എസ് എസ് വേണ്ട എന്നതാണ് ആർ എസ് എസിന്റെ ആഗ്രഹം തന്നെ. അപ്പോൾ ആർ എസ് എസിന്റെ ഒരു വിഷൻ നോക്കുകയാണെങ്കിൽ അതായിരുന്നു എല്ലാ കാലത്തും. അപ്പം നാഷണലിസം എന്നൊരു കോൺസെപ്റ്റ് ഉറച്ചു നിൽക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു ഇമ്പോസിബിൾ കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എത്ര വേണേൽ ചർച്ച ചെയ്യാം. കാരണം ആർ എസ് എസിനെ ബാൻ ചെയ്തിട്ടില്ലേ, ഈ സംഘപരിവാറിനെ ഗാന്ധി വധവുമായി ടാഗ് ചെയ്യാൻ നോക്കുക, അതൊക്കെ ഹിന്ദു മഹാസഭയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയവും മനസ്സിലാക്കാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ആർ എസ് എസിനെ അനാവശ്യമായി ടാഗ് ചെയ്യാൻ നോക്കുന്നതും ആർ എസ് എസിന്റെ ബാനിനെ ഡിസ്കസ് ചെയ്യുക, ഇങ്ങനെ പറയച്ച പല രാഷ്ട്രീയ പാർട്ടികളും ബാനായിട്ടില്ലേ. അപ്പം അവരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഒരു എതിരാളി ഇല്ലാത്തൊരു ചർച്ചയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നില്ല. പക്ഷേ ആർ എസ് എസിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.